അത് നമ്മുടെ ശരീരത്തിൽ ഇത്രയും മൊബൈലായിട്ടുള്ള വേറൊരു ജോയിൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഷോൾഡർ ജോയിൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ തെറ്റിപ്പോകാൻ അല്ലെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ജോയിൻറ്റ്. ഷോൾഡർ ജോയിൻറ്റിനെ പറ്റി സ്ഥിരം പറയുന്നൊരു സെൻറ്റൻസ് ആണ്, ഇറ്റ്സ് എ ജോയിൻറ്റ് ദാറ്റ് ഹസ് കോംപ്രമൈസ്ഡ് സ്റ്റെബിലിറ്റി ഫോർ മൊബിലിറ്റി. മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് കൈ അങ്ങനെ നമ്മുടെ എല്ലാ റേഞ്ചിലും പോകുന്ന പോലെ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ്. ആദ്യം സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു ആക്സിഡൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു കളിക്കിടയിലുള്ളൊരു വീഴ്ചയോ എന്തെങ്കിലും ആയിരിക്കും ഈ ഷോൾഡർ ആദ്യമായി ഒരാൾക്ക് തെറ്റിപ്പോകാനുള്ള കാരണം. പക്ഷേ അത് പിന്നീട് ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളിൽ തെറ്റിപ്പോവുക, ചിലർക്ക് അത് ഉറക്കത്തിൽ തെറ്റിപ്പോവുക, അങ്ങനത്തെ കണ്ടീഷൻസുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യത്തെ തവണ ഷോൾഡർ തെറ്റുമ്പോൾ ഈ ലേബറൊക്കെ പൊട്ടിയിട്ടായിരിക്കും ഈ ഷോൾഡർ വെളിയിലേക്ക് പോവുക. പിന്നീട് അത് തിരിച്ച് നമ്മൾ പിടിച്ചിട്ടാലും ആ റെയിലിങ്സ് അഥവാ ലേബറം എന്ന് പറയുന്ന സാധനം തിരിച്ചവിടെ തന്നെ വന്നിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഷോൾഡർ വീണ്ടും വീണ്ടും തെറ്റാനുള്ള സാധ്യത കൂടിക്കൂടി വരും. അപ്പോൾ ഇത് നമ്മൾ തക്ക സമയത്ത് ഇത് ഇടപെടുകയാണെങ്കിൽ ഒരു കീ ഹോൾ സർജറി കൂടി ആ റെയിലിങ്സ് എന്ന് ഞാൻ പറഞ്ഞ സാധനം, ആ ലേബ്രം എന്ന് പറയുന്ന ഒരു ടിഷ്യൂ നമുക്ക് കീ ഹോൾ സർജറി വഴി അവിടെ റിപ്പയർ ചെയ്യുന്ന വഴി ആ റെയിലിങ്സ് അവിടെ പുനഃസ്ഥാപിക്കുകയും നമുക്ക് ഷോൾഡറിൻ്റെ സ്റ്റെബിലിറ്റി വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യും. കുറച്ച് തവണയിലധികം തെറ്റിപ്പോഴുന്ന ഷോൾഡർ ആണെങ്കിൽ അവിടെ നമ്മുടെ റോഡിൻ്റെ വീതി കുറയുന്നത് പോലെ ഷോൾഡറിൻ്റെ ഗ്ലിനോയിഡ് എന്ന് പറഞ്ഞൊരു ബോണിൻ്റെ സൈഡ് പയ്യെ തേഞ്ഞു പോവുകയും ആ ഗ്ലിനോയിഡ് എന്ന് പറഞ്ഞ ബോണിൻ്റെ വീതി കുറയുകയും ചെയ്യും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും ഒരു ബോണിൻ്റെ പീസും കൂടെ എടുത്ത് വെച്ചിട്ട് ആ ഗ്ലിനോയിഡിൻ്റെ വീതി കൂട്ടുന്നത് വഴി സ്റ്റെബിലിറ്റി പുനഃസ്ഥാപിക്കാൻ സാധിക്കും.